5ാം ക്ലാസ്സിലെ ചതുരക്കണക്കുകൾ എന്ന പാഠഭാഗത്തിലെ 116-ാം പേജിലെ ചതുരക്രിയകൾ എന്ന ഭാഗമാണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചതുരം കൊടുത്തിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ ഉയരം കൊടുത്തിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ നീളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് കാണാൻ നമ്മളിതാ ഇങ്ങനെയാണ് ഇതുവരെ പഠിച്ചത്. എല്ലാ വശങ്ങളും കൂട്ടുക. 5 കൂട്ടണം, പിന്നെ 3 കൂട്ടണം, 5 കൂട്ടണം 3, അങ്ങനെ 16 എന്ന് കിട്ടും. ചുറ്റളവ് കാണാൻ 4 വശങ്ങളും കൂടി കൂട്ടിയപ്പോൾ 16. 16 എന്താണ്? സെൻറ്റിമീറ്റർ. 16 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ചുറ്റളവ് അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ നോക്കുക, വേറൊരു വഴിയാണ്. 5നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അതേപോലെ 3നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ ഈ 10ഉം 6ഉം കൂടിയും കൂട്ടിയാൽ 16 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. വേറെ വഴി ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? 5നെ 3ൻ്റെ ഒപ്പം നമ്മൾ അങ്ങോട്ട് കൂട്ടുക. 5ഉം 3ഉം കൂട്ടുക. ഉയരവും നീളവും കൂടിയും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 8. എന്നിട്ട് ആ ഉത്തരത്തിന് 2 കൊണ്ട് ഗുണിക്കുക. 16. ഈ രീതിയും പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ നീളവും ഉയരവും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കുക. ഇവിടെ നോക്കൂ, വശങ്ങളുടെ നീളം 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആയ ചതുരത്തിൻ്റെ ചുറ്റളവ് അപ്പം നമുക്ക് എങ്ങനെ കാണാം? 10 കൂട്ടണം 5 അല്ലേ? 10ഉം 5ഉം കൂടി കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 15. ഈ 15നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 15നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 30 അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? 30. അതിനിവിടെ കൊടുത്തിട്ടുണ്ട്. ചതുരത്തിൻ്റെ ചുറ്റളവ് വശങ്ങളുടെ നീളങ്ങളുടെ തുകയുടെ 2 മടങ്ങാണ്. വശങ്ങളുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടുക. 2 നീളം എന്ന് വെച്ചാൽ നീളങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വശമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ വശങ്ങളുടെ ആ തുക കൂട്ടിയിട്ട് അതിൻ്റെ ഒപ്പം 2 ഗുണിക്കുക. അതിനാണ് 2 മടങ്ങാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നോക്കാം. ഇത് നോക്കൂ, 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. നമ്മളോട് മനക്കണക്കായിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനാണ് പറയണത്. 6ഉം 3ഉം കൂടിയും കൂട്ടുക. എത്രയാണ്? 9. 9 ഗുണിക്കണം 2 18. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? 18. മനക്കണക്കായി പറയാനാണ് പറയുന്നത്. ഇനി 13ഉം 7ഉം കൂടിയും കൂട്ടിയാൽ എത്രയാണ്? 20. 20 ഗുണിക്കണം 2 എത്രയാണ്? 40. ഇനി 6ഉം 6ഉം കൂട്ടിയാൽ 12. 12 ഗുണിക്കണം 2 എത്രയാണ്? 24. അതേപോലെ 25ഉം 15ഉം വന്നിട്ടുണ്ട്. 25 കൂട്ടണം 15 എത്രയാണ്? 40. 40 ഗുണിക്കണം 2 80. അടുത്തത് 34ഉം 16ഉം കൂടി കൂട്ടിയാൽ 34ഉം 16ഉം എത്രയാണ്? 50. 50 ഗുണിക്കണം 2 100. കണ്ടില്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മനക്കണക്കായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നേരത്തെ കണ്ട ചതുരം എന്ന് വെച്ചാൽ 3 സെൻറ്റിമീറ്റർ ഉയരം 5 സെൻറ്റിമീറ്റർ നീളമുള്ള ചതുരം ഉണ്ടല്ലോ, അതിൻ്റെ പരപ്പളവ് ഇനി എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ ആയ സമചതുരങ്ങൾ എത്ര എണ്ണം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇവിടെ 1 സെൻറ്റിമീറ്റർ വെച്ച് നീളവും വീതിയുള്ള കുഞ്ഞു കുഞ്ഞു സമചതുരങ്ങൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കള്ളികളാക്കുക. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. അതാ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ? ഇത്രയും ചെറിയ ചെറിയ ചതുരങ്ങൾ നമുക്ക് കിട്ടി. ഇവിടെ ഈ സൈഡിൽ 3 സെൻറ്റിമീറ്ററിൽ 3 എണ്ണവും അതേപോലെ 5 സെൻറ്റിമീറ്ററുള്ള വശത്ത് 5 സമചതുരവും കിട്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ പരപ്പളവ് എങ്ങനെ കണക്കാക്കാം? ഈ 3ഉം ഈ 5ഉം കൂടി ഗുണിക്കുക. 3 ഗുണിക്കണം 5 15. അപ്പോൾ 15 ആണ് എന്ത്? പരപ്പളവ്. 15 സെൻറ്റിമീറ്റർ ആണോ? അല്ല. പരപ്പളവ് കാണുമ്പോൾ അതെന്താണ്? ചതുരശ്ര സെൻറ്റിമീറ്റർ. 15 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇവിടെ നോക്കൂ, ഇതുപോലെ ചുവടെയുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്റർ ആയ സമചതുരങ്ങൾ താഴത്തെ വശത്തോട് ചേർത്ത് ചതുരത്തിനുള്ളിൽ എത്ര എണ്ണം വരയ്ക്കാം? ഇവിടെ 2 സെൻറ്റിമീറ്റർ ഉയരത്തിലും 6 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ചതുരമാണ്. ഇതിൻ്റെ അടിവശത്ത് എത്ര എണ്ണം നമുക്ക് വരയ്ക്കാം? എത്ര കുഞ്ഞു കുഞ്ഞു ചതുരങ്ങൾ ഉണ്ടാക്കാം? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 എണ്ണം ഉണ്ടാക്കാം. ഈ വശത്തോ
മുകളിലേക്ക് ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണുള്ളത്, അപ്പോൾ 2 ചതുരങ്ങൾ ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? എത്ര പരപ്പളവായിരിക്കും? പരപ്പളവ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ഗുണിക്കുക. 6 ഗുണിക്കണം 2 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. നമുക്കിവിടെ ആകെ എത്ര സമചതുരങ്ങൾ അപ്പോൾ കിട്ടി? അതും 12 എണ്ണമാണ്. 12 സമചതുരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് വശങ്ങളുടെ നീളങ്ങളുടെ ഗുണനഫലമാണ്. പരപ്പളവ് കാണാമെന്ന് പറഞ്ഞാൽ ആ 2 വശങ്ങളും തമ്മിലോട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അതാണ് പരപ്പളവ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, വശങ്ങളുടെ നീളം സെൻറ്റിമീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. ഇവിടെ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ വശങ്ങളുടെ നീളം മീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ പരപ്പളവ് എന്തായിരിക്കും? അപ്പോൾ ചതുരശ്ര മീറ്ററാണ്. മീറ്റർ എന്നാണ്, ചതുരശ്ര മീറ്റർ എന്നാണ് അപ്പോൾ പറയുക. ഇവിടെ നോക്കൂ, വശങ്ങളുടെ നീളം ചുവടെ പറയുന്നവ ആയ ചതുരങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക. 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ, 8 മീറ്റർ 5 മീറ്റർ, 11 മീറ്റർ 7 മീറ്റർ. ആദ്യത്തെ 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ പരപ്പളവ് എത്രയായിരിക്കും? 6 ഗുണിക്കണം 3 18 ചതുരശ്ര സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ 12 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്രയായിരിക്കും? 12 ഗുണിക്കണം 5 60 ചതുരശ്ര സെൻറ്റിമീറ്റർ. അടുത്തത് 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 ഗുണിക്കണം 10 100 ചതുരശ്ര സെൻറ്റിമീറ്റർ. അടുത്തത് 8 മീറ്റർ 5 മീറ്റർ ആണ്. അവിടെ മീറ്റർ ആണ്. അപ്പോൾ 8 ഗുണിക്കണം 5 എത്രയാണ്? 40. 40 ചതുരശ്ര മീറ്റർ ആണ് ഉത്തരം. അതേപോലെ 11 മീറ്റർ 7 മീറ്റർ. അപ്പോൾ 11 ഗുണിക്കണം 7 77 ചതുരശ്ര മീറ്റർ. അടുത്തത് ചുവടെ പറയുന്ന പരപ്പളവും ചുറ്റളവും ഉള്ള ചതുരങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പരപ്പളവിൻ്റെ അളവാണ്. സെൻറ്റിമീറ്റർ പറയുമ്പോൾ അത് ചുറ്റളവിൻ്റെ അളവാണ്. 12 ചതുരശ്ര സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്ററുമുള്ള ചതുരം വരയാൻ പറഞ്ഞാൽ നമ്മൾ 12 വരണമെങ്കിൽ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് 12 വരിക എന്ന് നോക്കുക. അപ്പോഴതായിരിക്കും അതിൻ്റെ നീളവും വീതിയും. ഇപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ആദ്യത്തെ നോക്കാം. ഇവിടെ നീളം 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും. അതിൽ 4 ഗുണിക്കണം 3 എത്രയാണ്? 12 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് പരപ്പളവ്. ചുറ്റളവോ 4 കൂട്ടണം 3 7 7 ഗുണിക്കണം 2 14 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ ചതുരം ഇതാണ്. ഇനി രണ്ടാമത്തെ ചതുരം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ 6 സെൻറ്റിമീറ്ററാണ് നീളം, വീതി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 6 ഗുണിക്കണം 2 12 ചതുരശ്ര സെൻറ്റിമീറ്ററും. ചുറ്റളവ് എങ്ങനെയാണ്? അത് 6 കൂട്ടണം 2 എത്രയാണ്? 8 8 ഗുണിക്കണം 2 16 സെൻറ്റിമീറ്ററും ആണ്. അടുത്ത ചതുരം, അതിലെ നീളം 12 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? 12 ഗുണിക്കണം 1 12 തന്നെ. പിന്നെ ചുറ്റളവ് 12 കൂട്ടണം 1 13 ഗുണിക്കണം 2 26 സെൻറ്റിമീറ്ററും ആണ്. നാലാമത്തെ ചതുരം ഇങ്ങനെയാണ്. 5 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ ഉയരവും വരും. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എങ്ങനെയാണ്? 5 ഗുണിക്കണം 1. പരപ്പളവ് കാണാൻ നമ്മൾ ഗുണിക്കുക ചെയ്യുക. അങ്ങനെ 5 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചുറ്റളവ് എങ്ങനെ കിട്ടുക? 5 കൂട്ടണം 1 നീളം വീതിയും തമ്മിൽ കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5 കൂട്ടണം 1 6 6 ഗുണിക്കണം 2 12 സെൻറ്റിമീറ്ററാണ്. ഇനി അടുത്തത് അഞ്ചാമത്തെ ചതുരം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ പരപ്പളവ് 8 ചതുരശ്ര സെൻറ്റിമീറ്ററും ചുറ്റളവ് 12 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ
നീളം എന്ന് പറയുന്നത് 4ഉം വീതി എന്ന് പറയുന്നത് 2ആണ്. അപ്പോൾ 4 ഗുണിക്കണം 2 8 ചതുരശ്ര സെൻറ്റിമീറ്ററും. ചുറ്റളവോ 4 + 2 എത്രയാണ് 6. 6 ഗുണിക്കണം 2 12 സെൻറ്റിമീറ്റർ. അടുത്തത് 6ാമത്തെ ചതുരം. അതെങ്ങനെയാണെന്ന് നോക്കാം. 6ാമത്തെ ചതുരം ഇതാണ്. ഇതിന് നീളവും വീതി 3 സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുരമാണ്. ഇതിൻ്റെ പരപ്പളവ് നമ്മളിങ്ങനെ കാണാം. 3 ഗുണിക്കണം 3 9 ചതുരശ്ര സെൻറ്റിമീറ്ററും. ചുറ്റളവ് 3 കൂട്ടണം 3 6ഉം. 6 ഗുണിക്കണം 2 12 സെൻറ്റിമീറ്ററും ആണ്.